നമസ്കാരം സുഹൃത്തുക്കളെ. നിങ്ങൾ എപ്പോഴെങ്കിലും ഇങ്ങനെയൊരു അനുഭവം നേരിട്ടിട്ടുണ്ടോ? നിങ്ങളെ വേദനിപ്പിച്ച ആളെ നേരിട്ടപ്പോൾ അവർ നിഷ്കളങ്കരായി നടിക്കുന്നു. അവർക്ക് ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ലെന്ന മട്ടിൽ സ്വാഭാവികമായി സംസാരിക്കുന്നു. നിങ്ങളുടെ നെഞ്ചിൽ അവർ കുത്തിയ കത്തിയെക്കുറിച്ച് അവർക്ക് ഓർമ്മയേ ഇല്ലെന്ന പോലെ. അപ്പോൾ നിങ്ങൾക്ക് സംഭവിക്കുന്നത് കുറ്റബോധവും ആശയക്കുഴപ്പവുമാണ്. ഞാൻ ഓവർ റിയാക്ട് ചെയ്യുകയാണോ, എൻ്റെ തന്നെ തോന്നലാണോ എന്നുള്ള ചിന്തകൾ. ഇത് നിങ്ങളുടെ തോന്നൽ മാത്രമല്ല, ഇത് ഒരു സൈക്കോളജിക്കൽ ഗെയിമാണ്. നിങ്ങളെ ഹേർട്ട് ചെയ്ത ആൾ ഇന്നസെൻ്റായി നടിക്കുന്നതിൻ്റെ പിന്നിൽ ഒരു ക്രൂവൽ സൈക്കോളജിയുണ്ട്. അവർ നിങ്ങളെ വേദനിപ്പിച്ചു എന്ന് അവർക്കറിയാം, പക്ഷേ അത് അംഗീകരിക്കാൻ അവർക്ക് കഴിയുന്നില്ല. എന്തുകൊണ്ട്? കാരണം അത് അംഗീകരിച്ചാൽ അവർ സ്വയം നേരിടേണ്ടി വരും. അവരുടെ നല്ലയാളുകളായ സെൽഫ് ഇമേജ് തകരും. അതിനാൽ അവർ ഡിനയലിൽ ജീവിക്കാൻ തീരുമാനിക്കുന്നു. ചാണക്യൻ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ ഒരു ക്രൂരമായ സത്യമുണ്ട്: ചില കാര്യങ്ങൾ നമ്മൾ എപ്പോഴും രഹസ്യമായി സൂക്ഷിക്കണം. അവ പുറത്തു പറഞ്ഞാൽ മറ്റുള്ളവർ അത് ആയുധമാക്കി നമുക്കെതിരെ തിരിച്ചുപയോഗിക്കും. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആ 9 കാര്യങ്ങളെക്കുറിച്ചാണ്. എന്നാൽ അതിലെത്തുന്നതിനു മുമ്പ് നമുക്ക് ഈ സൈക്കോളജി മനസ്സിലാക്കണം. കാരണം ഈ 9 കാര്യങ്ങളും മനസ്സിലാക്കാൻ ആദ്യം ഈ ഹ്യൂമൻ നേച്ചർ മനസ്സിലാക്കണം. എൻ്റെ സുഹൃത്തിൻ്റെ കഥ പറയാം. അവൾക്ക് 5 വർഷമായി ഒരു സുഹൃത്തുണ്ടായിരുന്നു. ഇടയ്ക്ക് ചെറിയ തർക്കങ്ങളുണ്ടെങ്കിലും അവർ വളരെ അടുത്തു തന്നെയായിരുന്നു. പക്ഷേ ഒരു ദിവസം അവളുടെ സുഹൃത്ത് വളരെ കഠിനമായ വാക്കുകൾ പറഞ്ഞു. ഒരു പൊതു ഇടത്ത് മറ്റുള്ളവരുടെ മുമ്പിൽ അവളെ അപമാനിച്ചു. എൻ്റെ സുഹൃത്ത് ആ സമയം സംസാരിച്ചില്ല. അവൾ നടന്നുപോയി. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ആ സുഹൃത്ത് വിളിച്ചു. സാധാരണ പോലെ സംസാരിച്ചു. ഹായ്, ഷോപ്പിംഗ് പോവാൻ വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. അതായത് ആ സംഭവം തന്നെ നടന്നില്ല എന്ന മട്ടിൽ. എൻ്റെ സുഹൃത്ത് എന്നോട് ചോദിച്ചു, ഇതെന്താണ് സംഭവിക്കുന്നത്? എനിക്ക് ഈ വേദന തോന്നുന്നത് തെറ്റാണോ? അവൾക്ക് സംഭവിച്ചത് ഓർമ്മയില്ലേ? ഞാൻ അവളോട് പറഞ്ഞു, അവൾക്ക് ഓർമ്മയുണ്ട്. പക്ഷേ അവൾ അത് അംഗീകരിക്കാൻ തയ്യാറല്ല. അവൾ സ്വയം പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഡിനയൽ ഉപയോഗിക്കുകയാണ്. ഇതാണ് മനുഷ്യ സ്വഭാവത്തിലെ ഏറ്റവും കോംപ്ലക്സ് കാര്യങ്ങളിലൊന്ന്. നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ അത് അംഗീകരിക്കുന്നത് വളരെ പെയിൻഫുള്ളാണ്. എസ്പെഷ്യലി അത് നമ്മൾ സ്നേഹിക്കുന്ന ആരെങ്കിലും ആണെങ്കിൽ. അപ്പോൾ നമ്മുടെ മൈൻഡ് ഒരു ഡിഫെൻസ് മെക്കാനിസം ക്രിയേറ്റ് ചെയ്യുന്നു. നമ്മൾ സംഭവം മിനിമൈസ് ചെയ്യുന്നു, അല്ലെങ്കിൽ മറന്നതായി നടിക്കുന്നു, അല്ലെങ്കിൽ ഏറ്റവും കഠിനമായത്, നമ്മൾ വിക്ടിമിനെ ബ്ലെയിം ചെയ്യുന്നു. നീ ഓവർ സെൻസിറ്റീവാണ്, നീ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുകയാണ്, അത്രയൊക്കെ സീരിയസ് ആയി എടുക്കണ്ട എന്ന് പറയുന്നു. എന്നാൽ ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഗിൽട്ട് എന്നത് ഒരു അൺബെയറബിൾ ഇമോഷനാണ്. അത് നമ്മുടെ ഇന്നർ പീസ് നശിപ്പിക്കുന്നു. നമ്മളെക്കുറിച്ച് നമുക്കുള്ള നല്ല ചിന്തകൾ തകർക്കുന്നു. ഞാൻ നല്ലയാളാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. എന്നാൽ ഒരാളെ വേദനിപ്പിച്ചു എന്ന് അംഗീകരിച്ചാൽ ആ വിശ്വാസം തകരും. അതിനാൽ മൈൻഡ് സ്വയം രക്ഷിക്കാൻ ഡിനയൽ തിരഞ്ഞെടുക്കുന്നു. അത് സംഭവിച്ചില്ല, അത്ര വലുതൊന്നുമായിരുന്നില്ല, അല്ലെങ്കിൽ അവൻ ഓവർ റിയാക്ട് ചെയ്യുകയാണ് എന്ന് മൈൻഡ് പറയുന്നു. ഇനി നിങ്ങൾ ആലോചിക്കും, പക്ഷെ എന്തുകൊണ്ട് അവർ സിംപ്ലി സോറി പറയുന്നില്ല? എന്തുകൊണ്ട് അവരത് അംഗീകരിച്ച് മുന്നോട്ടു പോകുന്നില്ല? കാരണം സോറി പറയുക എന്നത് പവർ ഡൈനാമിക്സ് മാറ്റുന്നു. സോറി പറയുമ്പോൾ നമ്മൾ വൾണറബിൾ ആക്കുന്നു. നമ്മൾ സ്വയം താഴ്ത്തുന്നു. നമ്മൾ സ്വീകരിക്കുന്നു, യെസ്, ഐ വാസ് റോങ്. ചില ആളുകൾക്ക് ഈ വൾണറബിലിറ്റി സഹിക്കാൻ കഴിയില്ല. എസ്പെഷ്യലി അവർ ഇമോഷണലി ഇംമെച്യൂർ ആണെങ്കിൽ. അവർക്ക് അവരുടെ ഈഗോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവരുടെ സെൽഫ് ഇമേജ് വളരെ ഫ്രജൈലാണ്. അതിനാൽ അവർ ഡിനായൽ തിരഞ്ഞെടുക്കുന്നു. മറ്റൊരു കാര്യം കൂടിയുണ്ട്. ചില ആളുകൾ നിങ്ങളുടെ ഫർഗീവ്നെസ് എടുത്തിട്ടുണ്ടാകാം. അതായത് നിങ്ങൾ എപ്പോഴും സഹിക്കുന്ന ആളാണ് എന്നവർക്കറിയാം. അതുകൊണ്ട് അവർ അത് റിപ്പീറ്റ് ചെയ്യുന്നു. അവർ ഇന്നസെൻ്റായി നടിക്കുന്നു. കാരണം അവർക്കറിയാം നിങ്ങൾ കൺഫ്രണ്ട് ചെയ്യില്ല എന്ന്. നിങ്ങൾ സമാധാനം നിലനിർത്താൻ വേണ്ടി സൈലന്റ് ആയിരിക്കുമെന്ന്. അവർ ഈ പാറ്റേൺ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു. ഈ നിശബ്ദത, ഈ സമാധാനം നിലനിർത്താനുള്ള നിങ്ങളുടെ ആഗ്രഹം, അതാണ് അവരുടെ ഏറ്റവും വലിയ ആയുധം.
ഇതൊരു തരം ഇമോഷണൽ മാനിപ്പുലേഷനാണ്. അവർ നിങ്ങളെ ഒരു കോർണറിലേക്ക് തള്ളിയിടുന്നു. ഒന്നുകിൽ നിങ്ങൾ മിണ്ടാതെ സഹിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ പ്രശ്നക്കാരൻ അല്ലെങ്കിൽ പ്രശ്നക്കാരിയായി മാറും. നിങ്ങൾ വിഷയം വീണ്ടും എടുത്തിട്ടാൽ അവർ പറയും, ഓ, നീ ഇപ്പോഴും അത് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുവാണോ, ഞാനെപ്പോഴോ മറന്നു, ജസ്റ്റ് മൂവ് ഓൺ. ഇത് കേൾക്കുമ്പോൾ വീണ്ടും കുറ്റബോധം നിങ്ങൾക്കാവും. ഞാനാണോ തെറ്റ്, ഞാനാണോ ഈ ബന്ധം നശിപ്പിക്കുന്നത് എന്ന ചിന്ത വരും. ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഇത് സ്നേഹബന്ധങ്ങളിൽ, സൗഹൃദങ്ങളിൽ, കുടുംബത്തിൽ, ജോലിസ്ഥലത്ത് എല്ലായിടത്തും സംഭവിക്കുന്ന ഒന്നാണ്. ഇത് മനസ്സിലാക്കുക എന്നതാണ് ആദ്യത്തെ പടി. അവർ നിഷ്കളങ്കരല്ല, അവർ സ്വയം രക്ഷിക്കാൻ ശ്രമിക്കുകയാണ്. അവരുടെ ഇമോഷണൽ ഇമ്മച്യൂരിറ്റി, അവരുടെ ഭയം, അവരുടെ ഈഗോ ആണ് അവരെക്കൊണ്ടിത് ചെയ്യിക്കുന്നത്. ഇത് തിരിച്ചറിയുമ്പോൾ നിങ്ങൾക്ക് അവരുടെ കളികളിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ വികാരങ്ങളെ വാലിഡേറ്റ് ചെയ്യാൻ കഴിയും. അതെ, എനിക്ക് വേദനിച്ചു, അതെന്റെ തോന്നലല്ല, അത് യഥാർത്ഥമാണ് എന്ന് നിങ്ങൾക്ക് സ്വയം പറയാൻ കഴിയും. ഇവിടെയാണ് ചാണക്യന്റെ വാക്കുകൾക്ക് പ്രസക്തിയേറുന്നത്. നമ്മൾ എന്തുകൊണ്ട് ചില കാര്യങ്ങൾ രഹസ്യമായി സൂക്ഷിക്കണം? കാരണം നമ്മൾ എല്ലാവരുമായും നമ്മുടെ ദുർബലമായ വശങ്ങൾ പങ്കുവച്ചാൽ അതിതുപോലുള്ള ആളുകൾക്ക് നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള അവസരം നൽകും. നമ്മുടെ വേദന, നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, നമ്മുടെ കുടുംബത്തിലെ സ്വകാര്യ കാര്യങ്ങൾ, ഇവയെല്ലാം മറ്റൊരാളുടെ കയ്യിലെ ആയുധങ്ങളായി മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ചാണക്യൻ പറയുന്ന ആദ്യത്തെ രഹസ്യം ഇതാണ്: നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഒരിക്കലും മറ്റൊരാളുമായി പങ്കുവെക്കരുത്. എന്തുകൊണ്ട്? ഒരു നിമിഷം ആലോചിച്ചു നോക്കൂ. നിങ്ങൾ ഒരാളോട് പറയുന്നു, എനിക്ക് കുറച്ച് സാമ്പത്തികമായി ബുദ്ധിമുട്ടുണ്ട്. ആദ്യം അവർ സഹതാപം കാണിച്ചേക്കാം. എന്നാൽ പതിയെ പതിയെ അവരുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ള ചിത്രം മാറും. നിങ്ങളെ സഹായിക്കുന്നതിനു പകരം അവർ നിങ്ങളിൽ നിന്ന് അകലം പാലിക്കാൻ തുടങ്ങും. കാരണം മനുഷ്യസഹജമായൊരു ഭയമുണ്ട്, മറ്റൊരാളുടെ ഭാരം നമ്മുടെ തലയിലാകുമോ എന്ന ഭയം. ഇതിലും അപകടകരമായൊരു വശമുണ്ട്. നിങ്ങളുടെ ഈ അവസ്ഥയെ മുതലെടുക്കാൻ ശ്രമിക്കുന്നവരുണ്ടാകാം. അവർ നിങ്ങളെ കുറഞ്ഞ വിലയ്ക്ക് ജോലി ചെയ്യിക്കാൻ ശ്രമിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ദൗർബല്യം മുതലെടുത്ത് നിങ്ങളെ കടക്കണിയിലാക്കാൻ ശ്രമിക്കും. നിങ്ങളൊരു സഹായം ചോദിച്ചാൽ സമൂഹം നിങ്ങളെ ബഹുമാനിക്കുന്ന രീതി കുറയും. ആളുകൾ നിങ്ങളെ ഒരു സാധ്യത എന്നതിലുപരി ഒരു ബാധ്യതയായി കാണാൻ തുടങ്ങും. അത് വളരെ വേദനാജനകമായൊരവസ്ഥയാണ്. നിങ്ങളുടെ കയ്യിൽ പണമുള്ളപ്പോൾ നിങ്ങളോടൊപ്പമുണ്ടായിരുന്നവർ പണമില്ലാതാകുമ്പോൾ നിങ്ങളെ തിരിഞ്ഞു നോക്കില്ല. ഇതൊരു പരുഷമായ സത്യമാണ്. അതുകൊണ്ട് നിങ്ങളുടെ സാമ്പത്തിക നില എന്തു തന്നെയായാലും അത് നിങ്ങൾക്കും നിങ്ങളുടെ ഏറ്റവും വിശ്വസ്തർക്കും മാത്രം അറിയുന്ന ഒന്നായിരിക്കണം. മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങളെപ്പോഴും സ്ട്രോങ് ആയി നിലകൊള്ളണം. അത് നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റ് നിലനിർത്താൻ സഹായിക്കും. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ വ്യക്തിപരമായ വേദനകളോ ദുഃഖങ്ങളോ എല്ലാവരുമായി പങ്കുവെക്കരുത്. നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോടോ പങ്കാളിയോടോ നമ്മൾ നമ്മുടെ സങ്കടങ്ങൾ പറയും. അത് സ്വാഭാവികമാണ്. എന്നാൽ ഇതൊരു ശീലമാക്കരുത്. എല്ലാവരോടും നിങ്ങളുടെ വേദനകൾ വിളിച്ചു പറയുമ്പോൾ എന്തു സംഭവിക്കും? ചിലർക്കത് കേട്ട് മടുക്കും. അവർ നിങ്ങളെ ഒരു നെഗറ്റീവ് പേഴ്സണായി മുദ്രകുത്തും. ഇവളെപ്പോഴും കരച്ചിലും പരാതിയുമാണ് എന്ന് അവർ ചിന്തിക്കാൻ തുടങ്ങും. മറ്റൊരു വിഭാഗം ആളുകളുണ്ട്. അവർ നിങ്ങളുടെ വേദന കേട്ട് സന്തോഷിക്കുന്നവരാണ്. നിങ്ങളുടെ വീഴ്ചയിൽ ആന്തരികമായി ആനന്ദിക്കുന്നവർ. അവർ നിങ്ങളുടെ മുൻപിൽ സഹതാപം അഭിനയിക്കും. എന്നാൽ നിങ്ങളുടെ അഭാവത്തിൽ അവരത് ആഘോഷിക്കും. നിങ്ങളുടെ ദൗർബല്യങ്ങൾ അവർക്ക് ഒരുതരം എൻ്റർടൈൻമെൻ്റാണ്. ഇത് തിരിച്ചറിയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം അവർ വളരെ നല്ല അഭിനേതാക്കളായിരിക്കും. നിങ്ങളുടെ രഹസ്യങ്ങൾ, നിങ്ങളുടെ വേദനകൾ അവർ മറ്റുള്ളവരുമായി പങ്കുവെക്കും. നിങ്ങളെ ഒരു തമാശയാക്കി മാറ്റും. അതുകൊണ്ട് നിങ്ങളുടെ കണ്ണുനീർ ആർക്കും മുന്നിലും കാണിക്കരുത്. നിങ്ങളുടെ പോരാട്ടങ്ങൾ നിങ്ങളുടേത് മാത്രമാണ്. നിങ്ങൾക്ക് പിന്തുണ ആവശ്യമെങ്കിൽ അത് ആരിൽ നിന്നാണ് തേടേണ്ടതെന്ന് വിവേകത്തോടെ തിരഞ്ഞെടുക്കുക. എല്ലാവരും നിങ്ങളുടെ കണ്ണുനീർ തുടയ്ക്കാൻ വരുന്നവരല്ല. ചിലർ അത് മുതലെടുക്കാൻ വരുന്നവരാണ്. മൂന്നാമത്തെ കാര്യം, ഒരുപക്ഷേ ഇതിലേറ്റവും പ്രധാനപ്പെട്ടതാണിത്: നിങ്ങളുടെ വീട്ടിലെ വഴക്കുകളും കുടുംബ പ്രശ്നങ്ങളും. ഗൃഹഛിദ്രമെന്ന് ചാണക്യൻ ഇതിന് വിളിക്കുന്നു. എല്ലാ വീടുകളിലും പ്രശ്നങ്ങളുണ്ട്. പാത്രങ്ങളാകുമ്പോൾ തട്ടും മുട്ടും എന്ന് പറയാറില്ലേ? അത് സ്വാഭാവികമാണ്. അച്ഛനും അമ്മയും തമ്മിലുള്ള തർക്കങ്ങൾ, സഹോദരങ്ങൾ തമ്മിലുള്ള സ്വരച്ചേർച്ചയില്ലായ്മ, അല്ലെങ്കിൽ മക്കളുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, ഇതൊന്നും പുറത്തുനിന്നുള്ളൊരാളോട് പങ്കുവെക്കേണ്ട കാര്യങ്ങളല്ല. നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് ഒരു സുഹൃത്തിനോടോ അയൽക്കാരനോടോ നമ്മുടെ വീട്ടിലെ പ്രശ്നങ്ങൾ പറഞ്ഞാൽ നമുക്കുള്ള ആശ്വാസം കിട്ടുമെന്നാണ്.
എൻ്റെ ഭർത്താവ് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ എൻ്റെ ഭാര്യയ്ക്ക് ഒട്ടും അടുക്കും ചിട്ടയുമില്ല, അല്ലെങ്കിൽ എൻ്റെ മകൻ എന്നെ അനുസരിക്കുന്നില്ല എന്നൊക്കെ നമ്മൾ പരാതി പറയും. അപ്പോൾ കേൾക്കുന്ന ആൾ അയ്യോ കഷ്ടമായിപ്പോയി എന്ന് പറഞ്ഞ് തലയാട്ടും. ആ നിമിഷം നിങ്ങൾക്ക് തോന്നും നിങ്ങളെ കേൾക്കാൻ ഒരാളുണ്ടല്ലോ എന്ന്. പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതെന്താണെന്നറിയാമോ? നിങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ ഭിത്തിയിൽ ഒരു വിള്ളലുണ്ടാക്കുകയാണ്. ആ വിള്ളലിലൂടെ പുറത്തുള്ളവർ ഉള്ളിലേക്ക് നോക്കുന്നു. നിങ്ങളുടെ കുടുംബത്തിലെ അംഗങ്ങളെക്കുറിച്ച് പുറത്തുള്ളൊരാളോട് നിങ്ങൾ കുറ്റം പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ തന്നെ അന്തസ്സാണ് കളയുന്നത്. നാളെ ആ പ്രശ്നം തീരും. നിങ്ങളുടെ ഭർത്താവുമായോ ഭാര്യയുമായോ സഹോദരങ്ങളുമായോ രമ്യതയിലാകും. പക്ഷെ നിങ്ങൾ ഈ കഥ പറഞ്ഞ ആ സുഹൃത്തിൻ്റെ മനസ്സിൽ നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ചുള്ള ആ മോശം ചിത്രം മാറുകയില്ല. അവരത് മറ്റുള്ളവരോട് പറയും. അവരുടെ വീട്ടിൽ എപ്പോഴും വഴക്കാണ്, സമാധാനമില്ലാത്ത വീടാണ് എന്ന് സമൂഹം വിധിയെഴുതും. പിന്നീട് നിങ്ങളുടെ കുടുംബത്തിനൊരാവശ്യം വരുമ്പോൾ ആരും സഹായിക്കാൻ മുന്നോട്ട് വരില്ല. കാരണം ബഹുമാനമില്ലാത്തൊരിടത്ത് നിൽക്കാൻ ആരും ആഗ്രഹിക്കുന്നില്ല. അതിനാൽ വീട്ടിനുള്ളിലെ കാര്യങ്ങൾ വീട്ടിനുള്ളിൽ തന്നെ തീർക്കുക, അത് പുറത്തേക്കൊഴുക്കി വിടാതിരിക്കുക. ഇതുമായി ചേർത്തു വായിക്കേണ്ട നാലാമത്തെ കാര്യം നിങ്ങളുടെ പങ്കാളിയുടെ സ്വഭാവ ദൂഷ്യങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ ദാമ്പത്യത്തിലെ സ്വകാര്യ നിമിഷങ്ങളോ ആണ്. ഇതൊരിക്കലും ഒരു കാരണവശാലും പുറത്തു പറയാൻ പാടില്ലാത്ത കാര്യമാണ്. ദാമ്പത്യമെന്നത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഏറ്റവും പവിത്രമായ ഒരു കരാറാണ്. അവിടെ മൂന്നാമതൊരാൾക്ക് സ്ഥാനമില്ല. നിങ്ങളുടെ പങ്കാളിക്ക് എന്തെങ്കിലും കുറവുകളുണ്ടാകാം. അവർക്ക് ദേഷ്യം കൂടുതലായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് ചില ദുശ്ശീലങ്ങളുണ്ടാകാം. എന്നാൽ ഇത് നിങ്ങളുടെ സുഹൃത്തുക്കളോടോ ബന്ധുക്കളോടോ പറയുന്നത് വഴി നിങ്ങൾ നിങ്ങളുടെ പങ്കാളിയെ പരസ്യമായി അപമാനിക്കുകയാണ്. ഇവിടെ ഒരു സൈക്കോളജിക്കൽ ആസ്പെക്റ്റ് കൂടിയുണ്ട്. നിങ്ങൾ നിങ്ങളുടെ പങ്കാളിയെക്കുറിച്ച് മറ്റൊരാളോട് പരാതി പറയുമ്പോൾ നിങ്ങൾ അറിയാതെ തന്നെ ആ മൂന്നാമത്തെ വ്യക്തിക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുവരാനുള്ള ഒരു വാതിൽ തുറന്നുകൊടുക്കുകയാണ്. പല എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സും തുടങ്ങുന്നത് ഇങ്ങനെയാണ്. എൻ്റെ ഭർത്താവ് എന്നെ മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ ഭാര്യ എപ്പോഴും വഴക്കാണ് എന്നൊരു സുഹൃത്തിനോട് പറയുമ്പോൾ അവർ മുതലെടുക്കാൻ നോക്കും. സാരമില്ല, ഞാൻ നിന്നെ മനസ്സിലാക്കാമെന്ന മട്ടിൽ അവർ വരും. അത് പിന്നീട് വലിയ ചതിക്കുഴികളിൽ ചെന്ന് ചാടാൻ കാരണമാകും. ഓർക്കുക, നിങ്ങളുടെ പങ്കാളിയുടെ അഭിമാനം സംരക്ഷിക്കേണ്ടത് നിങ്ങളുടെ കടമയാണ്. ലോകം മുഴുവൻ അവർക്കെതിരെ നിന്നാലും പൊതുസമൂഹത്തിനു മുന്നിൽ നിങ്ങൾ അവർക്കൊപ്പം നിൽക്കണം. തിരുത്തലുകളെല്ലാം അടച്ചിട്ട മുറിയിൽ മാത്രം മതി. അഞ്ചാമത്തെ കാര്യം, നിങ്ങൾക്ക് നേരിടേണ്ടി വന്ന അപമാനങ്ങൾ. ജീവിതത്തിൽ എപ്പോഴെങ്കിലും ആരെങ്കിലും നിങ്ങളെ അപമാനിച്ചിട്ടുണ്ടാകാം. ഒരുപക്ഷേ ബോസ് വഴക്കു പറഞ്ഞതാകാം, അല്ലെങ്കിൽ പൊതുവേദിയിൽ വെച്ച് ആരെങ്കിലും മോശമായി പെരുമാറിയതാകാം. ഈ വിവരം മറ്റുള്ളവരോട് പറയുന്നത് ഒഴിവാക്കുക. എന്തുകൊണ്ട്? കാരണം നിങ്ങൾ ആ കഥ വീണ്ടും വീണ്ടും പറയുമ്പോൾ നിങ്ങൾ ആ അപമാനം വീണ്ടും വീണ്ടും അനുഭവിക്കുകയാണ്. കേൾക്കുന്നവർക്ക് അത് വെറുമൊരു രസകരമായ കഥയായിരിക്കും. പക്ഷേ ഓരോ തവണ പറയുമ്പോഴും നിങ്ങളുടെ സെൽഫ് എസ്റ്റീം കുറഞ്ഞുകൊണ്ടിരിക്കും. കൂടാതെ നിങ്ങൾ അപമാനിക്കപ്പെട്ട കഥകൾ കേൾക്കുമ്പോൾ ആളുകൾക്ക് നിങ്ങളോടുള്ള ബഹുമാനം കുറയും. ഇവൻ എപ്പോഴും ഇങ്ങനെയാണ്, ആർക്കും ഇവനെ എന്തും പറയാം എന്നൊരു ചിന്ത ആളുകളിൽ വരും. അധികാരമുള്ളവർ ബലഹീനരെ അടിച്ചമർത്തുന്നത് ലോകനിയമമാണ്. നിങ്ങൾ ബലഹീനനാണെന്നും ആർക്കും നിങ്ങളെ വേദനിപ്പിക്കാമെന്നുമുള്ള സന്ദേശം നിങ്ങൾ തന്നെ ലോകത്തിന് നൽകരുത്. പകരം ആ അപമാനം ഒരു ഇന്ധനമാക്കുക, അത് ഉള്ളിൽ സൂക്ഷിക്കുക, ആ വാശിയിൽ വിജയിച്ചു കാണിക്കുക. നിങ്ങളുടെ വിജയമായിരിക്കണം ആ അപമാനത്തിനുള്ള മറുപടി, അല്ലാതെ നിങ്ങളുടെ വാക്കുകളല്ല. ഇനി ആറാമത്തെ കാര്യം, ഇത് കുറച്ച് അത്ഭുതകരമായി തോന്നാം. നിങ്ങൾ ചെയ്യാൻ പോകുന്ന ദാനധർമ്മങ്ങൾ. വലതു കൈ ചെയ്യുന്നത് ഇടതു കൈ അറിയരുത് എന്ന് ബൈബിളിലും പറയുന്നുണ്ട്. ചാണക്യനും ഇതുതന്നെയാണ് പറയുന്നത്. നിങ്ങൾ ചെയ്യുന്ന സഹായങ്ങൾ കൊട്ടിഘോഷിക്കാനുള്ളതല്ല. ഇന്ന് സോഷ്യൽ മീഡിയയുടെ കാലമാണ്. ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുന്നത് പോലും ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിലിടുന്ന കാലം. എന്നാൽ യഥാർത്ഥത്തിൽ പുണ്യം ലഭിക്കുന്നത് രഹസ്യമായി ചെയ്യുമ്പോഴാണ്. ഇതൊരു സ്പിരിച്വൽ കാര്യം മാത്രമല്ല, ഇതിലൊരു സൈക്കോളജി കൂടിയുണ്ട്. നിങ്ങൾ ചെയ്ത സഹായത്തെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുമ്പോൾ നിങ്ങൾ ആ സഹായം സ്വീകരിച്ച വ്യക്തിയുടെ അന്തസ്സിനെ ചോദ്യം ചെയ്യുകയാണ്. അവരുടെ ഗതികേടിനെ നിങ്ങൾ വിൽക്കുകയാണ്. അത് ക്രൂരമാണ്. കൂടാതെ നിങ്ങൾ എല്ലാവരോടും ഞാൻ അവനെ സഹായിച്ചു, ഇവനെ സഹായിച്ചു എന്ന് നടക്കുമ്പോൾ ആളുകൾ നിങ്ങളെ ഒരു അഹങ്കാരിയായി കാണാൻ തുടങ്ങും. നിങ്ങളുടെ നല്ല പ്രവൃത്തിയുടെ മൂല്യം അവിടെ നഷ്ടപ്പെടുന്നു. നിശബ്ദമായി ചെയ്യുന്ന നന്മകൾക്ക് ഒരു പ്രത്യേക ശക്തിയുണ്ട്. അത് നിങ്ങളുടെ മനസ്സിന് തരുന്ന സമാധാനം വളരെ വലുതാണ്. ആരുടെയെങ്കിലും പ്രശംസ പിടിച്ചു പറ്റാൻ വേണ്ടി നന്മ ചെയ്യുമ്പോൾ അത് കച്ചവടമായി മാറുന്നു. ഇപ്പോൾ നമ്മൾ 6 കാര്യങ്ങൾ ചർച്ച ചെയ്തു. ഇനി 3 കൂടി ബാക്കിയുണ്ട്.
എന്നാൽ അതിലേക്ക് കടക്കുന്നതിനു മുൻപ് ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കട്ടെ. നമ്മൾ നേരത്തെ സംസാരിച്ച ആ ഇന്നസെന്റ് ആക്ടേഴ്സ് ഇല്ലേ, നിങ്ങളെ വേദനിപ്പിച്ചിട്ട് ഒന്നും അറിയാത്ത പോലെ നടക്കുന്നവർ, അവർ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നത് ഈ കാര്യങ്ങൾ അറിയാനാണ്. നിങ്ങളുടെ വീട്ടിലെ വഴക്ക്, നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ട്, നിങ്ങളുടെ പങ്കാളിയുമായുള്ള പ്രശ്നങ്ങൾ, ഇതെല്ലാം അവർക്ക് ആയുധങ്ങളാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങളുമായി തെറ്റിപ്പിരിഞ്ഞു നിൽക്കുന്നവർ അല്ലെങ്കിൽ നിങ്ങളെ ഇഷ്ടമല്ലാത്തവർ എപ്പോഴും നിങ്ങളുടെ കാര്യങ്ങൾ അറിയാൻ വല്ലാത്ത താൽപ്പര്യം കാണിക്കും. അവർ നേരിട്ട് ചോദിക്കില്ല. നിങ്ങളുടെ സുഹൃത്തുക്കൾ വഴിയോ സോഷ്യൽ മീഡിയ വഴിയോ ഒക്കെ അവർ നിങ്ങളെ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾ എവിടെയെങ്കിലും വീഴുന്നുണ്ടോ എന്ന് നോക്കാൻ. കണ്ടോ, അവൻ അഹങ്കാരമായിരുന്നു, ഇപ്പോൾ അനുഭവിക്കുന്നു എന്ന് പറയാൻ അവർ കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളുടെ പരാജയങ്ങളും വീഴ്ചകളും അവർക്ക് ആഘോഷിക്കാൻ വിട്ടുകൊടുക്കരുത്. നിങ്ങളുടെ സ്വകാര്യതയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ കവചം. നിങ്ങളുടെ ജീവിതം ഒരു തുറന്ന പുസ്തകമാക്കരുത്. എല്ലാവർക്കും വായിക്കാൻ പാകത്തിന് പേജുകൾ തുറന്നുവച്ചാൽ ചിലരത് വലിച്ചു കീറും, ചിലരതിൽ മഷി പുരട്ടും. കുറച്ചു പേജുകൾ, ഏറ്റവും പ്രധാനപ്പെട്ട പേജുകൾ, എപ്പോഴും അടച്ചു തന്നെയിരിക്കട്ടെ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ചില ആളുകൾ നമ്മളോട് വളരെ തന്ത്രപൂർവം കാര്യങ്ങൾ ചോദിച്ചറിയുന്നത്? അല്ല, നിനക്ക് വയസ്സിത്രയായില്ലേ, എന്നും നിന്റെ ശമ്പളം ഇപ്പോഴെത്രയാണ്, അതൊക്കെ പോട്ടെ, നിന്റെ ആ അസുഖം മാറിയോ? ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നവർക്ക് നിങ്ങളുടെ ഉത്തരങ്ങളേക്കാൾ താൽപ്പര്യം നിങ്ങളുടെ പ്രതികരണങ്ങളിലാണ്. നിങ്ങളുടെ മുഖം മാറുന്നുണ്ടോ, നിങ്ങൾ അസ്വസ്ഥരാകുന്നുണ്ടോ, ഇതാണവർ നോക്കുന്നത്. ഇവിടെയാണ് ഏഴാമത്തെ കാര്യം പ്രസക്തമാകുന്നത്. ഏഴാമത്തെ കാര്യം, മരുന്നും ആരോഗ്യരഹസ്യങ്ങളും. ചാണക്യൻ പറയുന്നു, നിങ്ങൾ കഴിക്കുന്ന മരുന്നുകളെക്കുറിച്ചോ നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചോ പരസ്യമായി സംസാരിക്കരുത് എന്ന്. ഇന്ന് നമ്മൾ ഡോക്ടറെ കണ്ടിറങ്ങിയാൽ ഉടൻ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടുന്നവരാണ്, ഫീലിംഗ് സിക്ക് അറ്റ് ഹോസ്പിറ്റൽ എന്ന്. എന്നാൽ ഇത് ബുദ്ധിയല്ല. നിങ്ങളുടെ രോഗവിവരം നിങ്ങളുടെ ശത്രുക്കൾക്ക് സന്തോഷം നൽകും. അവൻ തീരാറായിട്ടോ എന്നവർ ആശ്വസിക്കും. മറിച്ച് നിങ്ങളെ സ്നേഹിക്കുന്നവർക്ക് അത് വേദന നൽകും. അവർ അനാവശ്യമായി വിഷമിക്കും. കൂടാതെ നിങ്ങളുടെ ആരോഗ്യ രഹസ്യങ്ങൾ, അതായത് നിങ്ങൾ എങ്ങനെയാണ് ഇത്ര ഉന്മേഷത്തോടെ ഇരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ കഴിക്കുന്ന പ്രത്യേക മരുന്നുകൾ ഏതാണ്, ഇതൊന്നും എല്ലാവരോടും പങ്കുവെക്കേണ്ടതില്ല. പഴയ വൈദ്യന്മാർ അവരുടെ ചികിത്സാരീതികൾ രഹസ്യമായി സൂക്ഷിച്ചിരുന്നുവെന്ന് കേട്ടിട്ടില്ലേ? അതിനൊരു കാരണമുണ്ട്. അറിവ് അർഹതയില്ലാത്തവരുടെ കയ്യിൽ കിട്ടിയാൽ അത് ദുരുപയോഗം ചെയ്യപ്പെടാം. നിങ്ങളുടെ ആരോഗ്യം നിങ്ങളുടെ സ്വകാര്യ സ്വത്താണ്. അത് സംരക്ഷിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. എട്ടാമത്തെ കാര്യം, മന്ത്രങ്ങൾ അഥവാ നിങ്ങളുടെ ആത്മീയ രഹസ്യങ്ങൾ. ഇവിടെ മന്ത്രം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെറും പൂജാമന്ത്രങ്ങൾ മാത്രമല്ല. നിങ്ങളുടെ ജീവിത വിജയത്തിന് പിന്നിലുള്ള രഹസ്യങ്ങൾ, നിങ്ങളുടെ പ്ലാനുകൾ, നിങ്ങളുടെ അടുത്ത നീക്കങ്ങൾ, ഇവയെല്ലാം മന്ത്രങ്ങളാണ്. നിങ്ങളുടെ അടുത്ത നീക്കം എന്താണെന്ന് ആരും അറിയരുത് എന്ന് പറയാറില്ലേ? അതാണ് കാര്യം. നിങ്ങളൊരു പുതിയ ബിസിനസ് തുടങ്ങാൻ പോകുന്നു, അല്ലെങ്കിൽ വിദേശത്തേക്ക് പോകാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ ഒരു വീട് പണിയാൻ പ്ലാൻ ചെയ്യുന്നു. ഇത് കാര്യം നടക്കുന്നതിനു മുൻപ് എല്ലാവരോടും വിളിച്ചു പറയരുത്. എന്തുകൊണ്ട്? കണ്ണ് കിട്ടുക എന്നൊരു പ്രയോഗം നമ്മൾ കേട്ടിട്ടില്ലേ? ഇതിന് അന്ധവിശ്വാസമായി കാണേണ്ട. ഇതിന് പിന്നിലൊരു സൈക്കോളജിയുണ്ട്. നിങ്ങൾ നിങ്ങളുടെ വലിയ പ്ലാനുകൾ മറ്റുള്ളവരോട് പറയുമ്പോൾ അവരുടെ മനസ്സിൽ അസൂയ എന്ന വികാരമുണ്ടാകാൻ സാധ്യതയുണ്ട്. ആ അസൂയയിൽ നിന്ന് വരുന്ന നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ അവരുടെ നിരുത്സാഹപ്പെടുത്തുന്ന വാക്കുകൾ നിങ്ങളുടെ ആത്മവിശ്വാസം തകർക്കും. അതൊന്നും നടക്കില്ല, നീ വെറുതെ കാശ് കളയണ്ട, ഇതൊക്കെ റിസ്ക്കാണ് എന്ന് പറഞ്ഞവർ നിങ്ങളെ പിന്തിരിപ്പിക്കും. ഒടുവിൽ നിങ്ങളത് ഉപേക്ഷിക്കും. അതുകൊണ്ട് പ്രവർത്തിച്ചു കാണിക്കുക. വിജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒളിച്ചു വയ്ക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ ലോകം അത് കണ്ടോളും. അതുവരെ നിങ്ങളുടെ ലക്ഷ്യങ്ങളൊരു രഹസ്യമായിരിക്കട്ടെ. വിത്ത് മണ്ണിൽ കുഴിച്ചിട്ടാലേ മുളയ്ക്കൂ. അതിടയ്ക്കിടെ മാന്തി പുറത്തെടുത്തു നോക്കിയാൽ അത് ഉണങ്ങിപ്പോകും. നിങ്ങളുടെ സ്വപ്നങ്ങളും അതുപോലെയാണ്. നിശബ്ദതയുടെ ആഴങ്ങളിൽ കിടന്നാലേ അവ വളരൂ. അവസാനത്തെ 9ാമത്തെ കാര്യം, നിങ്ങൾ കേട്ട അപവാദം. ആരെങ്കിലും മറ്റൊരാളെക്കുറിച്ച് മോശമായി പറയുന്നത് നിങ്ങൾ കേട്ടു എന്ന് കരുതുക. അത് നിങ്ങൾ മറ്റൊരാളോട് പോയി പറയരുത്. ഗോസിപ്പുകൾ പരത്തുന്ന ഒരു ഏജന്റായി നിങ്ങൾ മാറരുത്. അവൻ അങ്ങനെ ചെയ്തു എന്ന് കേട്ടു, അവൾ അവിടെ പോയി എന്ന് കേട്ടു. ഇത്തരം വർത്തമാനങ്ങൾ നിങ്ങളുടെ നിലവാരം കുറയ്ക്കും. നിങ്ങളൊരു അപവാദം കൈമാറുമ്പോൾ നിങ്ങൾ ആ പാപത്തിന്റെ പങ്കാളിയാകുകയാണ്. നാളെ ആ കള്ളം പൊളിഞ്ഞാലോ അല്ലെങ്കിൽ സത്യം പുറത്തു വന്നാലോ നിങ്ങൾ നാണം കെടും. കൂടാതെ പരദൂഷണം പറയുന്നവർക്കാർക്കും വിശ്വാസമില്ല.
ഇവനിപ്പോൾ അവനെക്കുറിച്ച് എന്നോട് പറഞ്ഞു, നാളെ എന്നെക്കുറിച്ച് മറ്റൊരാളോട് പറയുമെന്ന് ബുദ്ധിയുള്ളവർ ചിന്തിക്കും. അതുകൊണ്ട് നിങ്ങളുടെ വിശ്വാസ്യത നഷ്ടപ്പെടും. ചെവികൊണ്ട് കേൾക്കുന്നതെല്ലാം സത്യമാകണമെന്നില്ല. കണ്ണുകൊണ്ട് കാണുന്നതുപോലും ചിലപ്പോൾ സത്യമാകണമെന്നില്ല. അതിനാൽ ഉറപ്പില്ലാത്ത കാര്യങ്ങൾ, പ്രത്യേകിച്ച് മറ്റൊരാളുടെ പേര് നശിപ്പിക്കുന്ന കാര്യങ്ങൾ നിങ്ങളിലൂടെ പ്രചരിപ്പിക്കാൻ അനുവദിക്കരുത്. ഈ 9 കാര്യങ്ങൾ സാമ്പത്തിക നില, വ്യക്തിപരമായ വേദന, കുടുംബവഴക്കുകൾ, ദാമ്പത്യ രഹസ്യങ്ങൾ, അപമാനങ്ങൾ, ദാനധർമ്മങ്ങൾ, ആരോഗ്യം, ഭാവി പ്ലാനുകൾ, അപവാദങ്ങൾ ഇവയൊരു ഇരുമ്പുപെട്ടിയിൽ പൂട്ട് സൂക്ഷിക്കേണ്ട നിധികളാണ്. ഈ പെട്ടിയുടെ താക്കോൽ നിങ്ങളുടെ കയ്യിൽ മാത്രം ഇരിക്കട്ടെ. ഇപ്പോൾ നമ്മൾ തിരിച്ച് ആ പഴയ ചോദ്യത്തിലേക്ക് വരുന്നു. നിങ്ങളെ വേദനിപ്പിച്ചിട്ട് ഒന്നും അറിയാത്ത പോലെ നടക്കുന്നവരോട് എങ്ങനെ പ്രതികരിക്കണം? ഈ 9 കാര്യങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതിലൂടെ നിങ്ങൾ അവർക്ക് നിങ്ങളെ വേദനിപ്പിക്കാനുള്ള അവസരം നിഷേധിക്കുകയാണ്. അവർക്ക് നിങ്ങളെക്കുറിച്ചൊന്നും അറിയില്ലെങ്കിൽ അവർക്ക് നിങ്ങളെ എവിടെയാണ് നോവിക്കേണ്ടത് എന്നറിയില്ല. നിങ്ങളുടെ മൗനമാണ് അവർക്കുള്ള ഏറ്റവും വലിയ മറുപടി. നിങ്ങൾ അവരോട് തർക്കിക്കാൻ പോയാൽ, അല്ലെങ്കിൽ അവരെ കുറ്റപ്പെടുത്തിയാൽ, അവർ വിജയിച്ചു. കാരണം അവർക്ക് വേണ്ടത് നിങ്ങളുടെ ശ്രദ്ധയാണ്, നിങ്ങളുടെ വികാരപ്രകടനമാണ്. അതിനു പകരം നിങ്ങളൊരു മതിൽ പണിയുക. നിങ്ങളുടെ മനസ്സിലേക്ക് അവർക്ക് പ്രവേശനമില്ലാത്ത ഒരു മതിൽ. അവർ സംസാരിക്കുമ്പോൾ ചിരിക്കുക, തലയാട്ടുക, പക്ഷെ ഒന്നും വിട്ടുപറയാതിരിക്കുക. അവർ അത്ഭുതപ്പെടും. ഇവൾക്ക് അല്ലെങ്കിൽ ഇവൻ എന്തു പറ്റി? പഴയ പോലെ പ്രതികരിക്കുന്നില്ലല്ലോ. ആ ആകാംക്ഷ അവരെ അസ്വസ്ഥരാക്കും. ഓർക്കുക, പ്രതികാരം ചെയ്യുക എന്നതല്ല ഏറ്റവും വലിയ വിജയം. അവർക്ക് നിങ്ങളെ ബാധിക്കാൻ കഴിയുന്നില്ല എന്ന് കാണിച്ചു കൊടുക്കുന്നതാണ് വിജയം. നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുക. നിങ്ങളുടെ പുരോഗതി, നിങ്ങളുടെ സമാധാനം, അതാണ് അവർക്ക് സഹിക്കാൻ കഴിയാത്ത ശിക്ഷ. അവർ പ്രതീക്ഷിക്കുന്നത് നിങ്ങൾ തകർന്നു പോകുമെന്നാണ്. നിങ്ങൾ കരഞ്ഞുകൊണ്ട് നടക്കുമെന്നവർ കരുതുന്നു. എന്നാൽ നിങ്ങൾ തലയുയർത്തി പുഞ്ചിരിയോടെ നടക്കുമ്പോൾ അവരുടെ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റും. ഈ ലോകത്തെ ഏറ്റവും വലിയ ശക്തി വാക്കുകളല്ല, മൗനമാണ്. കൃത്യസമയത്തു പാലിക്കുന്ന മൗനം. അത് നിങ്ങളെ ഒരു ദുരൂഹതയാക്കും. ആളുകൾക്ക് നിങ്ങളെ വായിക്കാൻ കഴിയില്ല. വായിക്കാൻ കഴിയാത്ത പുസ്തകത്തോട് ആളുകൾക്ക് ബഹുമാനം കൂടും. നിങ്ങളൊരു തുറന്ന പുസ്തകമായാൽ അവരത് വായിച്ചു തീർത്തു വലിച്ചെറിയും. ജീവിതം ഒരു വലിയ യാത്രയാണ്. വഴിയിൽ പലതരം ആളുകളെ നമ്മൾ കണ്ടുമുട്ടും. ചിലർ പൂക്കൾ തരും, ചിലർ കല്ലെറിയും. കല്ലെറിയുന്നവരെ നോക്കി നിന്ന് സമയം കളയാതെ ആ കല്ലുകൾ കൊണ്ടൊരു കോട്ട പണിയുക. ആ കോട്ടയ്ക്കുള്ളിൽ നിങ്ങൾ സുരക്ഷിതമായിരിക്കുക. ചാണക്യൻ പറഞ്ഞ ഈ 9 രഹസ്യങ്ങൾ ആ കോട്ടയുടെ 9 കവാടങ്ങളാണ്. അത് അടച്ചിടുക. അപ്പോൾ ഒരു ശത്രുവിനും നിങ്ങളെ തോൽപ്പിക്കാൻ കഴിയില്ല. ഈ അറിവ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൻ്റെ കടിഞ്ഞാൺ നിങ്ങളുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. മറ്റൊരാൾക്കും നിങ്ങളെ നിയന്ത്രിക്കാൻ അനുവാദം കൊടുക്കാതിരിക്കുക. നിങ്ങളുടെ സമയമെടുത്തതിന് നന്ദി. ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെങ്കിൽ ഇത് നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി പങ്കുവയ്ക്കുക. പക്ഷേ നിങ്ങളുടെ രഹസ്യങ്ങൾ പങ്കുവയ്ക്കരുത്. ഈ അറിവ് മാത്രം പങ്കുവയ്ക്കുക. കൂടുതൽ നല്ല അറിവുകളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ സ്വന്തം മനസ്സിനെ കാത്തുസൂക്ഷിക്കുക. സമാധാനത്തോടെ ഇരിക്കുക.